ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ മക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഭഗവാന്റെ കൃപ അനുഗ്രഹം എല്ലാ മക്കളിലും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഭഗവാന്റെ കൃപ വേണമെന്നുണ്ടെങ്കിൽ കലിയുകാലമല്ലേ, കലിയുഗത്തിൽ ആരാധന, കാരണം കീർത്തനങ്ങൾ ആലപിക്കുക എന്നാണ് ഭാഗവതം പറയുന്നത്. എപ്പോഴും നാമജപങ്ങൾ, എപ്പോഴും ഭഗവാനെ സ്തുതിക്കുക, വാഴ്ത്തുക, പുകഴ്ത്തുക. അപ്പോൾ ഭഗവാൻ അതാണ് ഇഷ്ടം. അപ്പോഴെന്താ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളൊക്കെ പോയിട്ട് ഭഗവത് കൃപ വന്നെങ്കിലേ നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥന വേണമെന്ന് പറയുന്നത്. അല്ലാതെ പൂജകളൊക്കെ കൃതയുഗത്തിൽ ധ്യാനമാ കൃതയുഗേ, യജ്ഞം ത്രേതായുഗത്തിൽ, അർച്ചനം ദ്വാപരത്തിൽ, കീർത്തനം കലിയുഗൽ. ഈ കലിയുഗത്തിൽ കീർത്തനങ്ങളാണ്. എത്രമാത്രം സ്തുതിക്കാം, എത്രമാത്രം ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്താം. ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന നിർവൃതി അത്രമാത്രം നമുക്ക് അനുഗ്രഹം ഉള്ളിലേക്ക് ഇറങ്ങി വരത്തക്കോണം പ്രാർത്ഥിക്കണം. അതാണ് പ്രാർത്ഥന. പ്രേമമാകുന്ന ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചാലേ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി വരത്തുള്ളൂ ആ കൃപ. അപ്പോഴാണ് നമുക്ക് സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് ഭഗവത്ഗീത കഴിഞ്ഞ പ്രാവശ്യം 2-ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ 39-ാം ശ്ലോകം വരെ വായിച്ചു. 38-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞു, അർജുനനോട് പറയുന്നു, സുഖദുഃഖങ്ങളെയും ജയ അപജയങ്ങളെയും ലാഭനഷ്ടത്തെയും എല്ലാം നീ എന്തായി കാണണം? സമമാക്കി കാണണം, സമമായി ചിന്തിക്കണം. തോറ്റാലും ജയിച്ചാലും, സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേ മനസ്സിന് സമദൃഷ്ടി, സമഭാവമായിരിക്കണം. അങ്ങനെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് 39-ാമത്തെ ശ്ലോകത്തിലാണെങ്കിലോ, ഇതാ നിനക്ക് പരമാർത്ഥ വിവേക രൂപമായ സാഖ്യത്തിലുള്ള ജ്ഞാനം ഉപദേശിക്കപ്പെട്ടു. ഈ ഉപദേശമാണ് ഈ സമമായി ദുഃഖത്തിലും സുഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും എന്ത് വന്നാലും ജയിച്ചാലും തോറ്റാലും നീ ഒരേ മനസ്സോടുകൂടി ഒരേ സ്വഭാവം, സമം, ഏറ്റക്കുറച്ചിൽ വേണ്ട. ദുഃഖവും സുഖവും അങ്ങനെ വേണ്ട. സുഖത്തിലും ദുഃഖത്തിലും ഒരേ മനസ്സോട് തന്നെ ഇരുന്നാൽ മതി. അത് ആണ് ഈ ജ്ഞാനം നിനക്ക് ഉപദേശിക്കപ്പെട്ടു. അതിന് ഉപായമായിരിക്കുന്ന കർമ്മയോഗത്തിലുള്ള ജ്ഞാനത്തെ നീ കേട്ടാലും ശ്രവിച്ചാലും അതിന് ഉപായം എന്താണ്? ആ സമഭാവന ചിന്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഭഗവാൻ കൊടുക്കുന്നത്. യാതൊരു ജ്ഞാനമുണ്ടായാൽ, അങ്ങനെയുള്ള ഈ സമചിത്തത നമുക്കുണ്ടായാൽ, ജയത്തിലും തോൽവിയിലും സുഖത്തിലും ദുഃഖത്തിലെല്ലാം നീ സമഭാവന ആയാൽ, നിനക്ക് ദുഃഖത്തിൽ ദുഃഖിക്കാതിരിക്കുക, സുഖത്തിൽ സന്തോഷിക്കാതിരിക്കുക, രണ്ടിലും നിനക്ക് സമചിത്തതയാണെങ്കിൽ അത് നീ അങ്ങനെ ആ ജ്ഞാനം നിനക്കുണ്ടായാൽ നീ കർമ്മമാകുന്ന ബന്ധഹേതുവിനെ വിട്ടുമാറും. അപ്പോൾ നിനക്ക് ബന്ധനം ഉണ്ടാകത്തില്ല നിന്റെ കർമ്മത്തിൽ. കാരണം ഇദ്ദേഹത്തിന് കർമ്മം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഭഗവാൻ പറഞ്ഞൊക്കെ നീ സമചിത്തത പാലിക്കൂ. നീ തോറ്റാലും ജയിച്ചാലും നിനക്ക് സമചിത്തത മതി. നഷ്ടവും ഒന്നും നോക്കണ്ട. സുഖത്തിലും ദുഃഖത്തിലും നിനക്ക് ഒരേ മനസ്സ് മതി. അങ്ങനെ വന്നാൽ ആ ഒരു മനസ്സ് നീ കൈവരിച്ചാൽ നിനക്ക് നീ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പം നിന്റെ ധർമ്മമാണ്, നിന്റെ യുദ്ധമാണ് നിന്റെ കർമ്മം. ആ ജോലി നീ ചെയ്യാതിരുന്നാൽ എങ്ങനെയാ? നിനക്ക് പറഞ്ഞേക്കുന്ന കർമ്മമല്ലേ. അപ്പോൾ അതുകൊണ്ട് നീ എല്ലാത്തിലും സമചിത്തത പാലിച്ചാൽ നീ യുദ്ധത്തിൽ തോറ്റോ ജയിച്ചോ എന്നുള്ളത് നീ അറിയണ്ട. നിനക്ക് എപ്പോഴും നിന്റെ മനസ്സിന് സമചിത്തത മതി. അങ്ങനെ ആയാൽ നീ കർമ്മമാകുന്ന ബന്ധനം അത് നിനക്ക് അകപ്പെടത്തില്ല, നിനക്ക് ബന്ധനം ഉണ്ടാകില്ല. നീ എന്ത് ചെയ്താലും, ആര് ചത്താലും, നീ ചത്താലും, മറ്റുള്ളവർ ആര് എന്ത് ചെയ്താലും, തോറ്റാലും ജയിച്ചാലും എന്ത് നിനക്ക് സമഭാവനയാണെങ്കിൽ നിനക്ക് ബന്ധനം വരികയില്ല. അയ്യോ ഞാനത് ചെയ്തല്ലോ, ഞാനത് കൊന്നല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാകത്തില്ല. എന്താ കാരണം? സമചിത്തതയാ. ഒന്നും ചെയ്തതായിട്ടല്ല, എല്ലാത്തിലും അദ്ദേഹം എന്തോ കർമ്മങ്ങൾ ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് ചെയ്യുന്നു, ഭഗവാൻ അർപ്പിച്ചങ്ങ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. എല്ലാം ചെയ്യുന്നത് ആരാ? ഈശ്വരനായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നീ രണ്ടിലും നീ സുഖവും ദുഃഖവും അറിയണ്ട, നിനക്കെന്നുള്ള മനസ്സിൽ എപ്പോഴും നിനക്ക് സമചിത്തത മതി എന്നുള്ളത് പറഞ്ഞപ്പോൾ ആ ജ്ഞാനം നീ ശ്രവിച്ചാൽ നിനക്ക് നീ ചെയ്യുന്ന നിന്റെ കർമ്മമാകുന്ന നീ കർമ്മമാകുന്ന ബന്ധഹേതുവിനെ, ബന്ധം, അപ്പോൾ നിനക്ക് ഞാൻ ചെയ്തു എന്ന്, അപ്പോൾ അവിടെ വാസന വന്നു.
അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള മനസ്സ് വരുമ്പോഴാണ് അവിടെ ബന്ധനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ഒന്നും ചെയ്തതായിട്ടല്ല, നീ എല്ലാം സമത്വത്തിൽ തന്നെ എന്തൊക്കെയോ ചെയ്താലും നീ അങ്ങനെ മനസ്സുകൊണ്ട് അറിയണ്ട. നിനക്ക് എപ്പോഴും സമഭാവന മതി. അങ്ങനെ വന്നാൽ നിനക്ക് ബന്ധനം നിനക്ക് ബന്ധനം ഉണ്ടാവുകയില്ല. ബന്ധനം വന്നെങ്കിലല്ലേ നമുക്ക് പാപമായാലും പുണ്യമായാലും അനുഭവിക്കേണ്ടി വരത്തുള്ളൂ. ഈ ജന്മം ചെയ്ത് തീർന്നില്ലെങ്കിൽ അടുത്ത ജന്മം അതിനായിട്ട് ജനിച്ചു വരുന്ന ബന്ധനം ഉള്ളതുകൊണ്ടാണ്. ബന്ധനം ഇല്ലെങ്കിൽ പിന്നെ അവിടെ കർമ്മങ്ങളുടെ ഒരു ഫലത്തിനും അവിടെ കർമ്മം ചെയ്തതായിട്ടില്ല. സമത്തിൽ നീ ചിന്തിക്കൂ, നീ ചെയ്യുന്നതെല്ലാം നീ സമഭാവനയോട് ചെയ്യൂ എന്നാ പറയുന്നത്. എന്നിട്ട് 40-ാമത്തെ ശ്ലോകം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവയോ ന വിദ്യത്തെ സ്വൽപ അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ. ഫല അപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മയോഗത്തിൽ തുടങ്ങിയാൽ, അപ്പോൾ എന്ത് കർമ്മവും നിനക്ക് ചെയ്യാം. നീ അല്ല ചെയ്യുന്നത്. നിന്റെ മനസ്സിൽ യാതൊരു വിധത്തിലും അർജുനൻ അല്ല. അർജുനൻ്റെ ഉള്ളിൽ നമുക്കിപ്പം ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പുഷ്പം അർച്ചിക്കുന്നു, ഈ കർമ്മവും അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ നാക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പം ഭഗവാനെ നമ്മൾ എത്രമാത്രം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു ഫലവും ആഗ്രഹിക്കാതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല. ചെറുപ്രായക്കാരെല്ലാം എന്ത് വേണമെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു പരുവം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഫലം ആഗ്രഹിച്ചല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഫല അപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മയോഗത്തിൽ തുടങ്ങിയാൽ അത് നിഷ്ഫലമാവുകയില്ല. ഭഗവാൻ പറഞ്ഞതാ, ഒന്നും നീ ഫലം ആഗ്രഹിക്കണ്ട. ഒരു പുഷ്പം ഭഗവാനെ നമ്മൾ അർച്ചിക്കുമ്പോൾ ഭഗവാനെ എനിക്ക് ഇത് വേണം അത് വേണം അല്ലെങ്കിൽ പുണ്യം വേണം എന്ന് ചിന്തിച്ച് ചെയ്യണ്ട. നമ്മൾ കർമ്മം നമുക്ക് എന്താ ഇഷ്ടമുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അത് ഇപ്പം നാമം ചെല്ലുമ്പോൾ ദൈവമേ ഞാൻ ഇത്രയൊക്കെ നാമം ചെല്ലും, എനിക്ക് നന്മ കിട്ടണേ, അങ്ങനെ പ്രാർത്ഥിച്ചൂടാ. ഒന്നും കിട്ടണമെന്നുള്ള ചിന്ത പാടില്ല. ഒരു ഫലവും ആഗ്രഹിച്ചൂടാ. എൻ്റെ കുട്ടികൾ പഠിക്കണമേ, അല്ലെങ്കിൽ എനിക്കൊരു ഭവനമില്ല ഭഗവാനെ, ഇങ്ങനെ ഒന്നും ഫലം ആഗ്രഹിച്ചല്ല പ്രാർത്ഥിക്കേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ ഫല അപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മയോഗത്തിൽ തുടങ്ങിയാൽ അത് നിഷ്ഫലമാവുകയില്ല. എന്തോ ഈശ്വരാർപ്പണം? നമ്മുടെ മനസ്സ് ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സുണ്ടെങ്കിലേ നമുക്ക് ഫലമുള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലല്ല നമ്മുടെ മനസ്സ് പോകേണ്ട, ഈശ്വരനിലായിട്ടാണ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഈ കർമ്മം, ഞാനിപ്പോൾ ഈ ഭഗവത്ഗീത വായിക്കുന്ന ഒരു കർമ്മമാണ്. അത് എൻ്റെ മനസ്സിൽ ഭഗവാനായിട്ടാണ് ചെയ്യുന്നത്. ഭഗവാനാണ് ഇത് നടത്തിക്കുന്നത്. ഇത് പറയുന്നത് എന്നിലിരിക്കുന്ന ഭഗവാനാണ്. അപ്പം ഞാൻ അതിൽ വല്ലത്തിനും ഒരു ബന്ധമുണ്ടോ? എനിക്ക് എന്നിലിരിക്കുന്ന ഈശ്വരൻ അല്ലാത്ത ഞാനെന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഈ ശരീരമാകുന്നതിന് ഞാൻ ഈ നാക്കൊണ്ട് ചെല്ലുന്നത്. പക്ഷെ അങ്ങനെ ഒരു മനസ്സ് എനിക്കില്ല. അങ്ങനെ ഉണ്ടായാലാണ് നമുക്ക് കർമ്മത്തിൻ്റെ ബന്ധനം വരുന്നത്. മനസ്സ് എപ്പോഴും ഒരു വണ്ടി ഓടിക്കുമ്പോഴും വാഹനം നമ്മൾ ഡ്രൈവിങ് ചെയ്യുമ്പോഴും നമ്മൾ വണ്ടി ഞാൻ ഓടിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അവിടെ ബന്ധനമായി. ഞാനെന്നുള്ളതങ്ങ് കളഞ്ഞിട്ട് ആ ഉള്ളിൽ യഥാർത്ഥമായ ജ്ഞാനിനെയാണ്, അതാ യഥാർത്ഥമായ സാക്ഷി പരമാത്മാവാണ് അതിലിരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ അതൊരു അർച്ചനയായി ആ വണ്ടിയുടെ ഇതൊക്കെ അങ്ങോട്ട് റിങ്ങൊക്കെ അങ്ങോട്ട് പിടിക്കുമ്പോൾ ഭഗവാനാണത് ചെയ്യുന്നത്, ഈശ്വരനാണ് ചെയ്യുന്നത്. മനസ്സെപ്പോഴും ഈശ്വര, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഈശ്വര എന്നുള്ള ചിന്ത എല്ലാവർക്കും വരും. അത് തന്നെ എല്ലാ കർമ്മത്തിലും വേണം. ഈശ്വര, ഭഗവാനെ, കൃഷ്ണ എന്നും പറഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കൂ. അപ്പോൾ നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കും? ഈശ്വര എന്നായിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നു എന്നുള്ള ചിന്ത വരുമോ? ആ വണ്ടി ഓടിക്കുന്നു, ഞാൻ ഓടിക്കുന്നു എന്ന് ചിന്തിച്ചാലാണ് അവിടെ മനസ്സാണ് അവിടെ ബന്ധനപ്പെടുന്നത്. ആ മനസ്സ് എവിടെ ഇരിക്കണം? ഈശ്വര ഭഗവാനെ എന്നുള്ള ചിന്തയാണെങ്കിലോ ഓടിക്കുന്നത് വൃത്തിയാവണം ഓടിക്കുകയും ചെയ്യും. അത് ഓടിച്ചത് ആരാണ്? ഈശ്വരൻ. അപ്പം നമ്മുടെ മനസ്സിന് ബന്ധനമായോ? ഒരിക്കലും അത് ബന്ധനമാവത്തില്ല. അതാണ് ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ അരിയും കറിയും വെക്കുമ്പോഴും കറി വെക്കുമ്പോൾ ഇതെനിക്ക് നന്നായി രുചിയായിട്ട് കൂട്ടണം, നന്നാക്കി എടുക്കണം എന്ന് ചിന്തിച്ചത് എങ്ങനെയാണ്? മനസ്സ് ചിന്ത എവിടെ ഇരിക്കുന്നു? കറിയിലേക്കിരിക്കുന്നു. അത് ബന്ധനമാണ്. അതേസമയം നമ്മൾ അതൊരു അർച്ചനയായി നമ്മൾ എല്ലാം എടുത്ത് കറിക്ക് വേണ്ടുന്നതെല്ലാം യോജിപ്പിച്ച് ഭഗവാനെ എന്നുള്ള ചിന്ത എപ്പോഴും ഭഗവാനെ, കൃഷ്ണ എന്ന് നാമം ചൊല്ലിക്കൊണ്ട് ഉള്ളിൽ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആ കറി വയ്ക്കൂ. അപ്പോൾ അത് ചെയ്തത് ആരാ? ഈശ്വരനാ. നമ്മുടെ മനസ്സ് എവിടെ ചെന്നിരുന്നേ? ഈശ്വരനില്ല. നമ്മുടെ മനസ്സ് കറിയിൽ പോയില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈകൊണ്ട് ചെയ്തു, മനസ്സ് എവിടെ പോയി? ഈശ്വരനിലേക്ക് പോയി. ഭഗവാനെ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും
ഈശ്വര ഈശ്വര എന്നുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു കർമ്മത്തിനും നമ്മൾ ഫലം ദോഷം ചെയ്താലും പുണ്യം ചെയ്താലും നമുക്ക് രണ്ടിൻ്റെയും ഫലം നമുക്ക് കിട്ടത്തില്ല. അത് ഈശ്വരൻ എടുത്തു. കാരണം ഈശ്വരനാണല്ലോ ചെയ്തത്. നമ്മുടെ മനസ്സ് കറിയിലേക്ക് പോയില്ല, നമ്മുടെ മനസ്സ് ഡ്രൈവിങ് ചെയ്തതിലേക്ക് പോയില്ല. അവിടെ നമ്മുടെ മനസ്സ് എവിടെ പോയി? ഈശ്വരനിലിരുന്നു. അപ്പോൾ അത് ഓടിച്ചതാര്? ഈശ്വരൻ. അതുപോലെ കറി വെച്ചതാരാ? വെച്ചതിൻ്റെ കൈ നമ്മൾ പ്രവർത്തിച്ചെങ്കിലും ചെയ്ത മനസ്സ് അവിടെ പോയി? മനസ്സ് പരമാത്മാവിലിരുന്നു, ഈശ്വരനിലേക്കിരുന്നു. അപ്പോൾ അതാണ് ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ ഈ കറിയിൽ എല്ലാം ചിന്തയും പോയിട്ട് ഭഗവാൻ ചെയ്യുന്നുള്ള ചിന്തയല്ല. കറിയിൽ മനസ്സിരിക്കരുത്. മനസ്സാണ് നമുക്കിതെല്ലാം കാരണം ഉണ്ടാക്കുന്നത്. ഈ വാസനകളെല്ലാം പുണ്യം ചെയ്താലും തിന്മ ചെയ്താലും എല്ലാത്തിൻ്റെയും മനസ്സ്. ഇപ്പോൾ ഒരു കോഴിയെ തന്നെ കൊല്ലുന്നു, ഒരു മനുഷ്യൻ കോഴിയെ കൊല്ലുന്നു. പക്ഷെ ആ കൊല്ലുന്ന ആളുടെ കർമ്മമാ അത്, കൊന്നേ പറ്റൂ. അയാൾ ആ ജോലി ഏറ്റെടുത്തേക്കുക. അദ്ദേഹം കോഴിയെ കൊല്ലുമ്പോൾ ഭഗവാനെ 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 എന്ന് ഉള്ളഴിഞ്ഞങ്ങ് പ്രാർത്ഥിച്ച് ആ കോഴിയെ അറിയത്തേയില്ല. ഈ മനുഷ്യൻ കൊന്നിട്ടില്ല, ഒരിക്കലും അദ്ദേഹം കൊന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിൽ തന്നെ ലയിച്ചു. ഒരു മനസ്സ് എങ്ങോട്ടും പോയിട്ടില്ല. അവിടെ കോഴിയുമില്ല, അവിടെ കൊന്നതുമില്ല, അവിടെ കർമ്മം ചെയ്തതുമില്ല, ഒന്നുമില്ല. ആര് ചെയ്തു? ഈശ്വരൻ ചെയ്തു. പക്ഷെ ഉള്ളം അത്രത്തോളം പരമാത്മാവിൽ ലയിക്കണം. നമുക്ക് യാതൊരു ലഗാനും അന്നേരം നമ്മുടെ ഉള്ളം ഒരിക്കലും ആ മനസ്സ് ആ കോഴിയിലേക്കില്ല, ചെയ്ത പ്രവൃത്തിയിലേക്കില്ല. നമ്മളവിടെ കോഴിയും കണ്ടില്ല, നമ്മൾ ചെയ്തതുമില്ല. ആര് ചെയ്തു? നമ്മൾ ഭഗവാനിലാണ് ഉറപ്പിച്ചിരുന്നത്. ഈശ്വര എന്നുള്ള ഒരു അപ്പം നമ്മൾ ആ മൊത്ത ചൈതന്യത്തിൽ തന്നെ അവിടെ ഒരു പാപകർമ്മം. കാരണം നമ്മുടെ മനസ്സ് പാപത്തിൽ പോയില്ലല്ലോ, നമ്മുടെ മനസ്സ് കൊന്നതിലേക്ക് പോയില്ലല്ലോ. നമ്മുടെ മനസ്സ് പുണ്യമായിരിക്കുന്ന പരമാത്മാവിനെ ലയിച്ചിരിക്കല്ലോ. നാരായണ കൃഷ്ണ ഭഗവാനേ എന്നും പറഞ്ഞാണല്ലേ കോഴിയെ പിടിച്ച് കൊല്ലുന്നത്. മനസ്സ് എവിടെ ഇരുന്നു? കൈ മാത്രമേ ചലിച്ചുള്ളൂ. കോഴിയെ കൊല്ലാൻ കൈ ചലിച്ചു, നമ്മൾ അറിഞ്ഞില്ല. മനസ്സറിഞ്ഞെങ്കിലേ നമ്മൾ അറിയൂ. നമ്മൾ അറിയാത്തത് എന്താ? ഈശ്വരനിൽ കൃപയോടുകൂടി ഭഗവാനിൽ തന്നെ ലയിച്ചങ്ങിരുന്ന പിന്നെ അവിടെ ആര് കർമ്മം ചെയ്തു? ഒരു കർമ്മം ആരും ചെയ്തില്ല, ഈശ്വരനാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ ആ അനുഭവം നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്താലും നീ കർമ്മഫലം ആഗ്രഹിക്കേണ്ട, ഫലം ആഗ്രഹിക്കേണ്ട, നീ എന്നിൽ അർപ്പിച്ചു ചെയ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മക്കൾക്ക്. ഈ ഈശ്വരനിൽ അർപ്പിക്കാതെ നമ്മൾ നാമം ചെല്ലുമ്പോൾ എങ്ങനെ നമ്മൾ ഇഴിഞ്ഞിറങ്ങി പരമാത്മാവിൽ ലയിക്കുന്നു. കർമ്മം ചെയ്യുമ്പോഴും പൂജയായി, ഇതെല്ലാം ഭഗവാന്റെ പൂജയായി ചെയ്യുക. ഒരു കോഴിയെ കൊല്ലും, അല്ലെങ്കിൽ ഒരു ദുഷ്ടകർമ്മം നമുക്ക് ചെയ്തേ പറ്റൂ. നോക്കുമ്പോൾ ദുഷ്ടകർമ്മം ആണെന്നായിരിക്കും മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ വരുന്നത്. പക്ഷെ നമ്മൾ ഏത് സമയം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത് മനസ്സൊരിക്കലും ആ കർമ്മത്തിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് പാപം, എന്ത് പുണ്യം ചെയ്യുമ്പോഴും ഭഗവാനേ എന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ പുണ്യവും ചെയ്തില്ല, അതും ഭഗവാൻ ചെയ്തു. പാപവും ചെയ്തില്ല. പുണ്യത്തിനും നമുക്ക് ഫലം കിട്ടത്തില്ല, പാപത്തിനും ഫലം കിട്ടത്തില്ല. ഫലം എല്ലാം പരമാത്മാവ് ഏറ്റുകൊള്ളും. അതുകൊണ്ട് ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യൂ എന്ന് പറയുന്നത്. നീ ഫലം ആഗ്രഹിക്കേണ്ട അർജുന, നീ എന്നിൽ അർപ്പിച്ച് ചെയ്തേരെ. അപ്പം ചെയ്യുന്നതെല്ലാം ഇപ്പം ഭഗവാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ ഭൂമിയിൽ വന്നത്. ഈശ്വരൻ ദുഷ്ടന്മാരുടെ അവസ്ഥകൾ, ഈ ദുഷ്ടന്മാരുടെ ശല്യങ്ങൾ കണ്ടുകൊണ്ട് ഭഗവാൻ ദുഷ്ടതയെല്ലാം നശിപ്പിക്കാനായിട്ട് വന്നു. ദുഷ്ടത്തരത്തെ കൊല്ലാൻ വന്ന ഭഗവാന് ഒരു ദുഷ്ടജന്തുവിനോ അല്ലെങ്കിൽ മറ്റതോ എന്തോ, ചിലപ്പോൾ ദുഷ്ടത്തിനെ കൊല്ലുമ്പോൾ നല്ലവരും ചത്തന്നിരിക്കും. ഒരു യുദ്ധം ചെയ്യുമ്പോൾ അത് നന്മയുള്ളവരും കാണും, അവർ മാറ്റിപ്പിടിച്ച് വെക്കത്തില്ല. അപ്പോൾ ഈശ്വരൻ അങ്ങനെ ചെയ്താൽ അതെല്ലാം ഈശ്വരൻ ഏറ്റോളും. നമ്മൾ ഇതുപോലെയുള്ള ഏത് കർമ്മവും നമുക്ക് ചെയ്യാം, പക്ഷേ അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. അത്രത്തോളം നമ്മുടെ മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കണം. അത് എല്ലാ ഇന്ദ്രിയങ്ങളും ത്യജിച്ചവർക്കേ അത് പറ്റൂ. മനസ്സിനെ പരമാത്മാവിൽ ലയിക്കൂ, അവിടെ നിർത്തൂ എന്നല്ല, അത് ആയിത്തീരുമ്പോഴാണ്. അങ്ങനെ ആയിത്തീർന്നാൽ ആ മനസ്സ് എങ്ങോട്ടും പോകില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്നോലും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നീ ഫല അപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മയോഗത്തിൽ തുടങ്ങിയാൽ. അപ്പോൾ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മയോഗത്തെ തുടങ്ങിയാൽ ഇതാണ് ഞാൻ പറഞ്ഞ സത്യം. ഭഗവാനിൽ അർപ്പിക്കാതെ ഭഗവാൻ വെറുതെ ഭഗവാൻ അങ്ങ് കൊന്നോണേ ഞാനല്ലേ എന്നല്ല അതിൻ്റെ അർത്ഥം. ഈശ്വര എന്നുള്ള മുഴുകിയിരിക്കുന്ന ആ ഒരു പരമാത്മാവ് തന്നെ അടങ്ങ് ലയിച്ച് ഒന്നായിരിക്കുക. ഞാനും ഈശ്വരനും ഒന്നായി മാറുകയാണ്. അപ്പോൾ പിന്നെ ശരീരമല്ലേ അവിടെ കർമ്മം ചെയ്തത്? ശരീരത്തിന് എന്തെങ്കിലും അവസ്ഥയുണ്ടോ? അതിൽ ആരും ഇല്ലല്ലോ. ശരീരത്തിന് എന്താ ഉള്ളത്? നമ്മളിരിക്കുന്ന ഞാനും ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഞാനെന്ന് പറഞ്ഞ വ്യക്തി സാക്ഷിയായി നിൽക്കുന്നതും ഈ ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നമ്മളിരിക്കുന്ന മനസ്സ് എപ്പോഴും ഈശ്വരനെ തന്നെ ലയിച്ചിരുന്നാൽ പിന്നെ അവിടെ ആര് ചെയ്തു? മനസ്സ് കർമ്മത്തിലേക്ക് പോകുന്നില്ല. പോയെങ്കിൽ മാത്രമേ
പുണ്യമായാലും ദോഷമായാലും നമുക്ക് പുണ്യവും കിട്ടത്തില്ല, ദോഷവും കിട്ടത്തില്ല. ഒരു പുണ്യകർമ്മം ചെയ്തപ്പോഴും നമ്മൾ ഫലം ആഗ്രഹിക്കേണ്ട. ഒരു ദുഷിച്ച കർമ്മമാണ് ചെയ്തു പോയെങ്കിലും അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തില്ല. പുണ്യം ചെയ്തതിൻ്റെ ഫലം വേണമെന്ന് ആഗ്രഹിച്ചാലാണ് ഈ പാപത്തിൻ്റെ ഫലവും നമുക്ക് കിട്ടുന്നത്. അഥവാ നിങ്ങൾക്കെല്ലാം അങ്ങനെ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഒരു ദുഷ്ടകർമ്മം ചെയ്താൽ അതിന് 10 മടങ്ങ് സൽക്കർമ്മങ്ങൾ ചെയ്ത് നികത്താം. നമുക്ക് ഇന്നൊരു ദോഷം ചെയ്തു പോയി, ഒരു കോഴിയെ, മക്കളൊക്കെ ഇന്ന് ലോകം മൊത്തം അങ്ങനെയാണല്ലോ, ഒരു കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വാ അച്ഛാന്ന് പറയും, പോയി അവിടെ പോയി കൊന്നുകൊണ്ട് വരും. ആര് കൊന്നാലും ഇദ്ദേഹം അല്ലേ ചെയ്യിച്ചത്. അപ്പോൾ അതിനെന്ത് വരും? അതിന് എത്രയോ നന്മ ചെയ്യണം, പുണ്യം ചെയ്യണം. ഒരുപാട് ജീവജാലങ്ങൾക്ക് ഇഷ്ടം പോലെ ദാനധർമ്മങ്ങൾ. കാരണം ഈ ഉണക്ക കാലത്ത് കുറേ പക്ഷികൾക്കും കുറേ മൃഗങ്ങൾക്കൊക്കെ നമുക്ക് വിശപ്പിന് ആഹാരവും ദാഹജലവും ഒക്കെ കൊടുത്ത് പുണ്യം വർദ്ധിപ്പിച്ചാൽ ചിലപ്പോൾ ആ പാപത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. പുണ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന 1ന് 10 മടങ്ങ് നന്മ ചെയ്ത് മാറ്റാം. അതുകൊണ്ടാണ് ഭഗവാനൊക്കെ പറയുമല്ലോ, അറിവുള്ളവർ പറയും നിങ്ങൾ പുണ്യം വർദ്ധിപ്പിക്കൂ എന്ന് പറയുന്നതെന്തിനാ? ഇല്ല, മറ്റേതിൻ്റെ ദോഷം കുറയാനാ. അതുകൊണ്ട് ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മയോഗത്തിൽ തുടങ്ങിയാൽ അത് നിഷ്ഫലമാവുകയില്ല. ഇതിൽ നിന്നും പാപമോ അനർത്ഥമോ സംഭവിക്കയില്ല. ഇതിൻ്റെ സ്വല്പമായ അംശം പോലും വലുതായ സംസാര ഭയത്തിൽ നിന്ന് ജീവികളെ രക്ഷിക്കുന്നു. നമ്മളെല്ലാം ജീവികളാണ്. നമ്മൾക്ക് വലിയ ഈ ദുഃഖം, ഈ പ്രപഞ്ചം ദുഃഖസാഗരമാണ്. ചിലപ്പോൾ നമുക്ക് ചെറുതും വലുതുമായ സംസാര ഭയങ്ങളുണ്ടാകും. സംസാരിച്ചാൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. ഒരുപാട് പേർക്ക് വലിയ സഹിക്കാൻ പറ്റാത്ത ദുരിതങ്ങളുണ്ടാകും, ചിലർക്ക് ചെറിയ ചെറിയ ദുരിതങ്ങളുണ്ടാകും. അതുകൊണ്ട് എന്ത് വന്നു? ഇതിൻ്റെ സ്വല്പമായ അംശം പോലും എന്താണ്, നമ്മൾ ദിവസം 24 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും നമ്മൾ കർമ്മം, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ആവട്ടെ, 1 മണിക്കൂറെങ്കിലും ചെയ്യുന്ന ഒരു കർമ്മം എന്താ പറയുക, ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായ ഒരു കർമ്മം ചെയ്യുവാണ്. അതിൻ്റെ 4 അംശമെങ്കിലും 1 മണിക്കൂർ ചെയ്തെങ്കിൽ പിന്നെ എന്താ പറയുക 15 മിനിറ്റെങ്കിലും അത്രയും മാത്രമെങ്കിലും അംശം മതി വലിയ ദുരിതത്തിൽ നിന്ന്, സംസാര ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ. ജീവികളെ രക്ഷിക്കുന്നു. അപ്പം നമ്മൾ 1 മണിക്കൂർ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മമെല്ലാം പുണ്യങ്ങളാണല്ലോ. കാരണം ഏത് കർമ്മം ചെയ്താലും ഭഗവാൻ തന്നെ ലയിച്ചങ്ങ് ചെയ്യുന്ന, ഈശ്വരനെ തന്നെ ലയത്തോടു കൂടി ആ കർമ്മം നമ്മൾ ചെയ്യുന്നത് അറിയത്തേയില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ ദോഷങ്ങൾ ഈ 1 മണിക്കൂർ നന്മ അപേക്ഷിക്കാതെ, ഒരു ഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരല്പം മതി നമുക്ക് വലിയ വലിയ ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഭഗവാൻ എത്രമാത്രമാണ് ഇത് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ എത്ര സന്തോഷമാണ് നമുക്ക്. കാരണം നമ്മൾ ദിവസേന ചെയ്യുന്നതിൻ്റെ ഒരു അംശം നന്മയാണല്ലോ. ഒരിക്കലും ദ്രോഹം ചെയ്തുകൂടല്ലോ. അതിൻ്റെ ഒരു അംശം പോലും മതിയെന്നാണ് പറയുന്നത് നന്മ. എങ്ങനെ? ഭഗവാനിൽ യാതൊരു അപേക്ഷ കൂടാതെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, പ്രാർത്ഥിക്കുക, കീർത്തിക്കുക, ആരാധന, സ്തുതികൾ, സൽക്കർമ്മങ്ങൾ, ഇതൊന്നും നമ്മൾ ഫലം ആഗ്രഹിച്ചല്ല ചെയ്യുന്നത്. ഈശ്വരനെ നമ്മൾ എന്ത് വിളിച്ചാലും ദൈവമേ എനിക്ക് അത് വേണം ഇത് വേണം എന്നല്ലല്ലോ. അത് ഒരു ചെറുപ്രായക്കാർക്ക് അത് പറ്റൂ. നമ്മളൊരു 50-55 വയസ്സൊക്കെ ആയാൽ പിന്നെ ഒന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഭഗവാനെ ആരാധിക്കുക, അത് മതി. അങ്ങനെ ഉള്ളവർ ഒരു ഫലവും ആഗ്രഹിക്കാതെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഈശ്വരനെ അർപ്പിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ യാതൊരു ഗുണമോ ഗുണക്കേടോ നമുക്കില്ല. അപ്പോൾ നമുക്കൊരു ദുരിതങ്ങളാണ് സംഭവിക്കുന്നത്. കൂട്ടിക്കോ, ഈ ലോകം അങ്ങനത്തെയാ. ഒരു ദുരിതമായിട്ടുള്ള വലിയൊരു ദുരിതം വന്നാലും നമ്മൾ ആ ദിവസം ചെയ്തതിൻ്റെ ഒരു അംശം നന്മ മതി. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ഭഗവാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊന്നും ഫലം ആഗ്രഹിക്കാതാണല്ലോ ആ കുട്ടി, ആ ഭക്തൻ, എൻ്റെ ഭക്തൻ ഇന്ന് എന്നെ ഇത്രത്തോളം പിന്നെ ഒരു ഫലവും ആഗ്രഹിക്കാതെ എന്നെ സ്തുതിച്ചു, എന്നെ ആരാധിച്ചു, എനിക്ക് ഇവിടെ ചെയ്ത കർമ്മങ്ങളെല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്തു. അങ്ങനെയുള്ളൊരു ഫലം ആഗ്രഹിക്കാത്ത ഒരു ഭക്തനെ ഭഗവാൻ രക്ഷിക്കണ്ടേ? അപ്പോൾ അന്ന് ചെയ്ത കർമ്മത്തിൻ്റെ ഒരംശം മതി നമുക്ക് വലിയ വലിയ ദുരിതത്തിൽ നിന്നെല്ലാം രക്ഷ നേടാനെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇതിൽ കൂടെ നന്മ എന്താ ഉള്ളത് നമുക്ക് ഭക്തന്മാർക്ക്? ഇത് പോരെ? ദുരിതങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തനാവാം. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നമ്മൾ നോക്കി നടത്തിക്കൊള്ളും. എന്തെങ്കിലും നമുക്ക് ഭയക്കണോ? നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്യുന്നതും ഭഗവാൻ അർപ്പിച്ച്, ഭഗവാനേ കൃഷ്ണ, നാരായണ, അല്ലെ ശിവനെ, ശിവഭഗവാനെ ആയാലും ഏത് ഭഗവാനെ ആയാലും എന്ത് നാമത്തിലോ രൂപത്തിലോ നമുക്ക് വിളിച്ചാൽ ഏകമായ പരബ്രഹ്മം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ നാമങ്ങളിൽ അങ്ങ് ഉച്ചരിക്കുന്നു എന്നേ ഉള്ളൂ.
അത് ഒന്നും നോക്കാതെ വിളിക്കാതെ പരമാത്മാവെന്ന് പറഞ്ഞാലും മതി, അല്ലെ പരബ്രഹ്മമേ എന്ന ഓച്ചറ പരബ്രഹ്മ വസ്തുവിന് പരബ്രഹ്മം എന്നാണ് പറയുന്നത്. അപ്പം എന്ത് വിളിച്ചാലും എന്ത് അപേക്ഷിച്ചാലും അത് പരമാത്മാവിൽ തന്നെ എത്തിക്കൊള്ളും. അതുകൊണ്ട് അങ്ങനെ ലയത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു വല്ലാത്തൊരു വിഷമം, ചില സന്ധികൾ നമുക്ക് ദോഷസന്ധികൾ കാണും. അപ്പോൾ ഭഗവാൻ ചിന്തിക്കും, ആ ഭക്തനോ, അത് എൻ്റെ ഭക്തനാ, ആ ഭക്തൻ ഇത്ര കർമ്മങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ചെയ്തു, പക്ഷെ അവൻ ഒരു കാര്യവും അപേക്ഷിച്ചില്ല എന്നോട്, ഒരു ഫലവും അവൻ ആഗ്രഹിച്ചില്ല, എന്നെ പുഷ്പം കൊണ്ട് അർച്ചിച്ചു, എന്നെ നാമജപങ്ങൾ ചൊല്ലി എന്നെ സ്നേഹിച്ചു, പ്രേമിച്ചു, ഭക്തി വർദ്ധിച്ചു, അവൻ എന്തെല്ലാം ചെയ്തിട്ട് അവൻ ഒരു കാര്യം പോലും അവൻ ചോദിച്ചില്ല, എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്തു ഈ കർമ്മങ്ങളെല്ലാം. അപ്പോൾ ആ ദുരിതാബ്ധി അതിഭയങ്കരമായ ഒരു ഘോരമായ ഒരു ദുരിതം നമുക്ക് നേരിടാൻ പോവുകയാണെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഭഗവാൻ രക്ഷിക്കും. അതാ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ, ഇതിൻ്റെ സ്വല്പമായ അംശം പോലും വലുതായ സംസാര ഭയത്തിൽ നിന്ന്, വലുതായ സംസാര ഭയം എന്താ, ഈ ലോകത്തിരിക്കുന്ന ദുരിതങ്ങളാകുന്ന ഭയം. അയ്യോ എനിക്ക് വലിയ ആപത്താണ്, അല്ലെ വലിയ വലിയ രോഗമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറിയ എന്തെങ്കിലും ദുഃഖങ്ങളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ പോലീസ് കേസോ എന്തെങ്കിലും ഭയങ്കരമായ കൃത്യങ്ങളാണ് വരുന്നത്. പക്ഷേ പുഷ്പം പോലെ ഭഗവാൻ ഇവിടെ രക്ഷിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് സ്വല്പമായ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരല്പം മതി. ഭഗവാൻ നോക്കുമ്പോൾ ഇത്രത്തോളം അവൻ ഇന്ന് ചെയ്തവനാ, എന്നും ചെയ്യുന്നത്, ഇന്ന് തന്നെ ഇത്രത്തോളം അവൻ ചെയ്തു, ഒന്നും ഫലം ആഗ്രഹിക്കാത്ത ഒരു ഭക്തനാ. അവനൊന്നും ആഗ്രഹിച്ചല്ല എന്നെ സ്നേഹിക്കുന്നത്, എന്നെ ഭജിക്കുന്നത്, എന്നിൽ അർപ്പിച്ച് സർവ്വം ചെയ്യുന്നു. അവനായിട്ട് ഒരു കർമ്മവും ചെയ്യുന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്, ആരാ പരമാത്മാവിനെ അർപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ആ ഭക്തനെ ഉൾക്കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അവനെ ഭഗവാൻ രക്ഷിക്കത്തില്ലേ? പിന്നെ ആരാ അല്ലാതെ രക്ഷിക്കുന്നത്? അങ്ങനെയുള്ള ഭക്തനെ ഈശ്വരനല്ല പിന്നെ ആര് രക്ഷിക്കും? അത് ഭഗവാൻ തന്നെ രക്ഷിക്കും. 41 ശ്ലോകം. വ്യവസായാത്മിക ബുദ്ധിരേഖേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദാച്ച ബുദ്ധയോ വ്യവസായിനാം. അല്ലയോ കുരുവംശജ, ഈശ്വരാരാധന ലക്ഷണമായിരിക്കുന്ന ഈ കർമ്മയോഗത്തിൽ അപ്പോൾ എന്താണ് നമ്മൾ കരുതുന്ന കർമ്മം? ഈശ്വരാരാധനാ ലക്ഷണം. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ അരിയും കറിയും വെച്ചാലും, നമ്മൾ കുന്താലെടുത്ത് കിളച്ചാലും, അല്ല കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചാലും ഈശ്വരാരാധനാ ലക്ഷണമാണ്. നമ്മളല്ല അതൊന്നും ചെയ്യുന്നത്, പരമാത്മാവാണ് അത് ചെയ്യുന്നത്. കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാർമാരും ഇങ്ങനെ ചിന്തിക്കണം, ഞാനല്ല തമ്പുരാനെ, ഇത് ഭഗവാനാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ കേൾക്കുന്ന കുട്ടിയും ഈശ്വരനാണ്, അത് പഠിക്കുന്ന കുട്ടി, ഈ പഠിപ്പിക്കുന്ന ഈ അധ്യാപകനോ അതും പരമാത്മാവ് തന്നെയാണ്. ആ സാറിൻ്റെ ഉള്ളം, ആ മനസ്സ് ഭഗവാനേ എന്നുള്ള ചിന്തയും ആ കുട്ടി ഈശ്വരനാണ് അതിലിരിക്കുന്നതെന്ന ചിന്തയും രണ്ടും കൂടെ വരുമ്പോൾ അവിടെ ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ള അഹം വരുന്നില്ല. അവിടെ ആര് പഠിപ്പിക്കുന്നത്? പരമാത്മാവാണ് നമ്മുടെ ഉള്ളിലിരുന്ന്, ആ സാക്ഷി ചൈതന്യം അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും കർമ്മം ഫലം ആഗ്രഹിക്കുന്നില്ല. ശമ്പളം നമുക്ക് കിട്ടുന്നത് ഈശ്വരൻ തരുന്ന ശമ്പളമാണ്, അതല്ല ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. നമ്മളിന്ന് കർമ്മം ആഗ്രഹത്തിൽ കൂടി ചെയ്യുന്നതാണോ, ഈശ്വരനെ അർപ്പിച്ചാണോ ചെയ്യുന്നത്, ഇതാണ് ഈശ്വരൻ നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഫലം തരുന്നത് ഈശ്വരനാ, അത് നമ്മൾ ശമ്പളം പറ്റരുതെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ള അഹം പാടില്ല. ഇത് ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മൾ ഉള്ളം നോക്കേണ്ടത്, ഈശ്വരനാണെന്ന് നമ്മൾ അറിയണം. അതാണ് ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന് പറയുന്നത്. ഈശ്വരാർപ്പണമായി ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ശമ്പളം മേടിച്ചുകൂടാന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മുടെ ജീവിതമാർഗ്ഗമാണ്, നമ്മുടെ വയറ്റിപ്പഴപ്പാണ്. അത് നമുക്ക് ആര് തന്നാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് ഈശ്വരൻ തരുന്നത്. അത് ഈശ്വരൻ തരുന്നതാണെന്ന് തന്നെ ചിന്തിക്കുക. അത് ഈശ്വരൻ തന്നെയാണ് അതും തരുന്നത്. അത് നമുക്ക് സന്തോഷമായിട്ട് ന്യായമായി വാങ്ങിക്കാം, ന്യായമായുള്ള കാര്യങ്ങൾ മേടിക്കാം. ഒരു പ്രൈവറ്റായിട്ടൊരു ജോലിക്കാരൻ ചെന്ന് ജോലി ചെയ്തിട്ട് യഥാർത്ഥത്തെ അല്ലാതെ അധികപ്പറ്റായിട്ടുള്ള കൂലി ചോദിച്ച് വാങ്ങിച്ചത് അന്യായമാണ്, അത് പാടില്ല. എന്താണ് ന്യായം? എല്ലായിടും ഉള്ളത് എങ്ങനെയാണ്? അത് നമുക്ക് മേടിക്കാം. പക്ഷേ ആ ചെയ്യുന്ന കർമ്മം അയാൾ എന്താ ചെയ്തത്, ആരാ ചെയ്തത്? ഇപ്പം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആയാലും വണ്ടി ഓടിക്കുന്ന ശമ്പളം കിട്ടാൻ തന്നെ ഓടിക്കുന്നത്, പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ? ഭഗവാനെ 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 എന്നുള്ള ചിന്തയാണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? ആരാ? മനസ്സ് ആ ഡ്രൈവിങ്ങിലേക്ക് പോയില്ല. ആ ഇത് റിങ്ങി ഓടിക്കുന്നതിനകത്തോട്ട് അയാൾ മനസ്സ് പോയില്ല. മനസ്സ് എവിടെ പോയി? ഭഗവാങ്കൽ പോയി. അതാ ഈശ്വരാർപ്പണം. അല്ലെങ്കിൽ സാർമാർ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന മനസ്സ് ഈശ്വര എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും ചെയ്യും, ഭഗവാൻ എന്നുള്ള ഉള്ളം ഭഗവാനിലിരിക്കുകയും ചെയ്യും. അപ്പോൾ അത്
നിഷ് ഫലം ആഗ്രഹിക്കാതെ ഭഗവാനിൽ തന്നെ ഉറച്ച ഭക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മം അത് ആര് ചെയ്തു? അപ്പോൾ ഈശ്വരാർപ്പണമായി ചെയ്തു നമ്മൾ. അപ്പോൾ അത് ഈശ്വരനാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കേണ്ടത്. അല്ലാതെ കൂലി വാങ്ങിക്കുന്നു എന്നതല്ല. നമ്മൾ ചെയ്യുന്ന എന്ത് കർമ്മമായാലും അത് അർച്ചന പോലെ ഭഗവാനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളം എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്? ഭഗവാനേ കൃഷ്ണ രാമ എന്ന് പറഞ്ഞ് നമ്മൾ ഏതെല്ലാം നാമങ്ങളാണ് ചൊല്ലുന്നത്. അപ്പോൾ നമ്മൾ മനസ്സ് നന്നായി ഭഗവാൻ തന്നെ അല്ലേ ഉറച്ചു വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനേ ഇത് ഭഗവാന്റെ പൂജയാണ്, ഞാൻ തരുന്ന പൂജ, ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പൂജയാണ് ഏത് കർമ്മവും. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അത് ഭഗവാന്റെ പൂജയാണെന്ന് കരുതി അതിൽ എപ്പോഴും മനസ്സ് ഭഗവാൻ തന്നെ ഉറച്ചു തന്നെ ചെയ്യുന്നതാണ്. ഫലാപേക്ഷ കൂടാതെ ചെയ്യുന്ന ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം അതാണ് ഇവിടെ ഭഗവാൻ ഇവിടെ അർജുനന് കൊടുക്കുന്നത്. എനിക്കിങ്ങനെയൊക്കെ അറിയാവൂ, എനിക്ക് ഇതിൻ്റെ വ്യാഖ്യാനമൊന്നും ഇതിനകത്തില്ല. ഒരു മകൾ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാണ്, വ്യാഖ്യാനമുള്ളൊരു പുസ്തകം അവരുടെ ഉണ്ട്, അത് കേൾക്കുമ്പോൾ അമ്മ പറഞ്ഞതൊക്കെ കറക്റ്റാണെന്ന് ഒരു മകൾ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അറിവ് വെച്ച് പറയുന്നതേ ഉള്ളൂ. എനിക്കല്ല എൻ്റെ കയ്യിൽ പുസ്തകം ഇല്ല വ്യാഖ്യാനിക്കാൻ ഒന്നിനും. ഞാൻ ഈ പുസ്തകം കാണിച്ചില്ലേ, ഇത് പഴയ എനിക്ക് കിട്ടുമ്പോൾ തന്നെ 43 വർഷമായി. അതിനേക്കാളും എത്രയോ വർഷം മുമ്പ് അദ്ദേഹം ഇത് വായിച്ചതാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഫല അപേക്ഷ കൂടാതെ എനിക്ക് ഇന്നത് വേണം എന്ന് പറയാതെ ഈ എല്ലാ കർമ്മവും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള കർമ്മയോഗത്തിൽ തുടങ്ങിയാൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ വന്നാൽ അത് നിഷ്ഫലമാവുകയില്ല, നിഷ്ഫലമാകത്തേയില്ല. കാരണം ഭഗവാൻ ഒരിക്കലും നിഷ്ഫലമാക്കുകയില്ല. ഇതിൽ നിന്നും പാപമോ അനർത്ഥമോ സംഭവിക്കുകയില്ല. നമുക്കതുകൊണ്ട് ഏത് കർമ്മം ചെയ്തു പോയാലും ഒരു അനർത്ഥമായ കർമ്മമാണ് നമ്മൾ ചെയ്തു പോയാലും നമ്മൾ ആരെയാണ് മുന്നിൽ വെച്ചേക്കുന്ന? മനസ്സ് ഭഗവാനില്ല. നമ്മളുടെ വല്ലാത്തൊരു ദോഷം ചെയ്തു പോയി, നമ്മളെ ഇപ്പം ഒരു ജീവി ഇങ്ങോട്ട് വന്നു, നമ്മളെ ഉപദ്രവിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരു പേപ്പട്ടി വന്നു നമ്മളെ കടിക്കും, 10 പേരെയും കടിച്ച് ചിലപ്പോൾ ശരിയാക്കാം. അതുകൊണ്ട് നമ്മുടെ ധർമ്മം എന്താണ്? ആ പേപ്പട്ടിയെ കൊല്ലുക എന്നതാണ്. നമ്മളെയും ദ്രോഹിക്കും, പോകുന്ന വഴിക്ക് സർവ്വ ജീവജാലങ്ങളെയും മൊത്തത്തിനും കടിച്ച് എല്ലാവർക്കും പേർത്ത് ചാവുന്നതാണോ നല്ലത്? ആ ഒരു ദോഷം ചെയ്യുന്ന അതിനെ കൊല്ലുകയാണോ ചെയ്യുന്നത്? ധർമ്മം കൊല്ലുക എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് തോന്നുന്നത് അയ്യോ അത് പാപമല്ല, അല്ല. മറ്റ് 10 പേരോ ആ പട്ടി മരിക്കോളം എത്ര എണ്ണത്തിന് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മോചനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഈശ്വരാർപ്പണമായി അതിനെ കൊല്ലുക. അയ്യോ ഭഗവാനെ കൃഷ്ണ നാരായണ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിനെ കൊല്ലൂ, ഒരു ദോഷവും വരത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇതിൽ നിന്നും പാപമോ, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിൽ നിന്നും പാപമോ അതല്ല നല്ല കർമ്മമാണ് ചെയ്യുന്ന പുണ്യമോ ഒരനർത്ഥമോ സംഭവിക്കയില്ല. ഇതിൻ്റെ സ്വല്പമായ അംശം പോലും വലുതായ സംസാര ഭയത്തിൽ നിന്ന് അത് നമ്മൾ വായിച്ചതാണ്, ഒന്നുകൂടെ അങ്ങ് ആവർത്തിച്ചു പോയി. നമ്മൾ വായിച്ച 41ാമത്തെ ശ്ലോകം വായിച്ചിട്ട് വീണ്ടും അങ്ങനെ വന്നു. പേപ്പർ മറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് നോക്കി. അപ്പോൾ അല്ലയോ കുരുവംശജ, ഈശ്വര ആരാധന ലക്ഷണമായിരിക്കുന്ന ഈ കർമ്മയോഗത്തിൽ നിശ്ചല സ്വരൂപമായ ബുദ്ധി ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നിശ്ചലമായ ഒരു ബുദ്ധി, മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുന്ന ഒരു ബുദ്ധി ഒന്നേ ഉള്ളൂ. എന്നാൽ നിശ്ചയം ബുദ്ധി ഇല്ലാത്തവരുടെ ബുദ്ധികളാണെങ്കിലോ പല ശാഖകളോട് കൂടിയവയായും അനേകങ്ങളുമായിരിക്കും. യഥാർത്ഥമായ ഈശ്വരജ്ഞാനമായിരിക്കുന്ന ഒരു ഉറച്ച ബുദ്ധി, മനസ്സിന് ഇളക്കമില്ലാത്തവർക്ക് ഒരേ ഒരു ബുദ്ധി, ഭഗവാൻ പരമാത്മാവ് ഏകമാണെന്നുള്ള ചിന്ത, ആ ഉറച്ച ഒരു ബുദ്ധി മാത്രമേ ഉള്ളൂ. അത് ചലിക്കത്തില്ല. ഒരു പരമാത്മാവ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ ഉറച്ചിരിക്കും. അങ്ങനെ ഉറപ്പില്ലാത്ത നിശ്ചലമില്ലാത്ത ബുദ്ധികളുണ്ട്. നിശ്ചലം എന്ന് വെച്ചാൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുന്ന അവർ പല പല വഴിക്ക് ഓടുന്ന മനസ്സാണ്. ഒന്നിലും നിൽക്കുകയില്ല. ഒന്നെടുക്കുമ്പം അടുത്തതിലേക്ക് ചാടും, അതെടുക്കുമ്പം വേറൊന്ന് ചാടും. ഇങ്ങനെ 90-ാം വയസ്സിലും ചാടിക്കൊണ്ടിരിക്കും. മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുകയില്ല. അവർ ഒന്നിൻ്റെ പുറകെ ഓടി ഓടി മരണം വരെ ഓട്ടമാണ്. മനസ്സ് ഓടിക്കൊണ്ടേ ഇരിക്കുക. അത് ഉറങ്ങുമ്പോഴങ്ങാണേ മനസ്സ് നിശ്ചലമാവൂ. അതുകൊണ്ട് നിശ്ചല ബുദ്ധി ഇല്ലാത്ത അവരുടെ ബുദ്ധികൾ പല ശാഖകളോട് കൂടിയവയും അനേകങ്ങളുമായിരിക്കും. കാരണം ഒരു വൃക്ഷത്തിൻ്റെ ഒരുപാട് ശാഖകളുണ്ട്. അതായത് നമ്മൾ ഒരു വൃക്ഷമാണ്. നമ്മൾ അടങ്ങിയിരിക്കുന്ന ബുദ്ധി ഒരു ഏകാഗ്രതയുള്ളവരുടെ നിശ്ചലമായിരിക്കുന്ന ബുദ്ധി പോലെ അല്ല. നിശ്ചലം അല്ലാതെ അടക്കമില്ലാത്ത ബുദ്ധി അടക്കാത്തവരുടെ ലക്ഷണം അനേകങ്ങളായിരിക്കും. അനേകത്തിൻ്റെ പുറകെ പോകുന്ന അടക്കാമേത, അതായത് മനസ്സിനെ ഏകാഗ്രമാക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നിശ്ചല ബുദ്ധി ഇല്ലാത്തവരുടെ ബുദ്ധികൾ പല ശാഖകളോട് കൂടിയവയായും അനേകങ്ങളുമായിരിക്കും. അവർ ഒരു നിമിഷം കൊണ്ട് ഇപ്പോൾ അമേരിക്ക വരെ എത്തും, അല്ലെങ്കിൽ ഇതിനകം വെച്ച് 100 വട്ടം കാര്യങ്ങൾ പറയുകയും ഓർക്കുകയും ഒന്നിലോട്ട് ഉറച്ചു നിൽക്കത്തില്ല.
അവർക്ക് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും അവരുടെ മനസ്സ്. ഒരു കാര്യത്തിലും വ്യക്തത ഉണ്ടാവാതെ അങ്ങ് ഓട്ടമാ. അയ്യോ എനിക്കങ്ങ് പല പല ദുരിതങ്ങളാ, ഇങ്ങനെ അവർക്കൊരു സമാധാനമില്ല. അതേസമയം ഈശ്വര ആരാധനാ ലക്ഷണമായിരിക്കുന്നവരുടെ ലക്ഷണം എന്താണ്? എപ്പോഴും എല്ലാത്തിലും ഈശ്വരനെ ആരാധിക്കുന്ന അതാ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അല്ലയോ കുരുവംശജ അർജുന, ഈശ്വര ആരാധന ലക്ഷണം, നമ്മൾ എന്തും ചെയ്യുമ്പോൾ ഭഗവാനെ തന്നെ ആരാധിക്കുന്നവരുടെ ലക്ഷണം. അങ്ങനെയുള്ള കർമ്മയോഗത്തിൽ നിശ്ചല സ്വരൂപമായ ബുദ്ധി ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈശ്വരനെ ആരാധിക്കാൻ എന്തെടുക്കുമ്പോഴും നമ്മൾ ഭഗവാനെ ചിന്തിക്കുന്ന എന്താ? ആ ബുദ്ധി ഉറച്ചതായതുകൊണ്ടാണ്. ആ മനസ്സ് അതിൽ തന്നെ നിൽക്കും, പരമാത്മാവിൽ തന്നെ നിൽക്കും, എങ്ങോട്ടും ഓടൂല. നമ്മളിപ്പോൾ നാമം ചെല്ലാനിരുന്നാലും ആ ബുദ്ധി അവിടെ ഉറച്ചു നിൽക്കും, അവിടുന്ന് ചലിച്ചെങ്ങോട്ടും പോവുകയില്ല. എന്താ? അത്രത്തോളം അഭ്യാസം വന്നവരാ അവർ. അതേസമയം ഉറപ്പില്ലാത്തവർക്ക് ഈ ലോക ദുരിതങ്ങളിലേക്ക് ഇങ്ങനെ അകപ്പെട്ട് ഓടി ഓടി ഒരിക്കലും ആ മനസ്സ് അടങ്ങുന്നില്ല എന്ന് പറയും. അയ്യോ ധ്യാനിക്കാനൊന്നും നാമചല ഇരിക്കാനേ പറ്റില്ല, എൻ്റെ മനസ്സ് എവിടേക്കോ ഓടുന്നെന്ന് പറയും. കാരണം എന്താ? അവർക്ക് അഭ്യാസം വന്നിട്ടില്ല, സാധന വരണ്ടേ, അവരത് തയ്യാറെടുത്ത് അതിന് പ്രയത്നം ചെയ്യണ്ടേ? ചെയ്തെങ്കിലല്ലേ ഇത് നമുക്ക് സംഭവിക്കൂ. അല്ല വെറുതെ വരുന്നത് ഒന്നാണോ? എപ്പോഴും പ്രാർത്ഥനയും ആരാധനയും ആയിട്ട് മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി അനേക കാലങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചു വരുന്നത്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അത് ചിലർക്ക് കഴിഞ്ഞ ജന്മം ഒരുപാട് ചെയ്ത് വെച്ചവർക്ക് പെട്ടെന്ന് കിട്ടും, അല്ലാത്തവർക്ക് ഭയങ്കര പാടാണ്. കാരണം ഈ ലോക ദുരിതത്തിൽ നിന്ന് അവർക്ക് വിട്ടുമാറാൻ പറ്റില്ല. അതിന് ഈശ്വരനും കൂടെ ഒരു വഴി കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ ജന്മം ചെയ്ത സുഹൃതം കൊണ്ടാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ വേണ്ടേ? ഇവിടെ ഒടുക്കാൻ പറഞ്ഞത് കുരുവംശജ എന്ന് പറഞ്ഞാൽ അർജുനോട് പറഞ്ഞത് ഈശ്വര ആരാധന ലക്ഷണമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നത്, ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവത്ഗീത വായിച്ചാലും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോഴായാലും നാമം ചെല്ലുമ്പോഴായാലും അരിയും കറിയും വെക്കുമ്പോഴായാലും കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സർവ്വപ്പോഴും ഭഗവാനെ എന്നുള്ള ആ മനസ്സ് നമുക്ക് ഉണ്ടായി വരണം. അത് അഭ്യാസം കൊണ്ടാണ് വരുന്നത്. നമ്മൾ ഒരുള്ള ചോറ് കഴിക്കാൻ എടുക്കുമ്പോൾ അഭ്യാസം വന്ന ഒരാൾ പ്രാർത്ഥിക്കാതെ നമ്മളെ മനസ്സ് എങ്ങും പോകത്തില്ല. ആ കൈ അവിടെ ഉരുട്ടി വച്ചുകൊണ്ടിരിക്കും. അഥവാ നമ്മൾ മറ്റെന്തിലോട്ടും ആരെങ്കിലും ഇവിടെ വന്ന് എതിർച്ച വന്നു പോയി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് പോയി, കൈ ഉരുട്ടിക്കൊണ്ടിരുന്ന ചോറ് ഉരുട്ടിക്കൊണ്ടിരിക്കും, ആ കൈ വായി പോകത്തില്ല. അഭ്യാസം കൈക്കുണ്ട്. കൈ അവിടെ, അതായത് നാമം ചൊല്ലിക്കൊണ്ടിരുന്ന് കുറേ നാൾ ചെല്ലിയാലും നമ്മുടെ മനസ്സ് അഥവാ എങ്ങോട്ടത് പോയാലും ആ നാമം വഴിപോലെ ആ നാക്ക് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നത് പോലെ ആ ഒരുള്ള ചോറ് ഉരുട്ടി കൈ വെച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ധ്യാനിക്കാൻ മനസ്സിനെ പിടിച്ചോണ്ട് വരും. അയ്യോ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് കൈ വിളിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ആഹാരം പല കാര്യങ്ങളും ഇവിടെ കുടുംബമല്ലേ, എന്തെങ്കിലും ചിലപ്പോൾ ഒരു കാര്യങ്ങൾ ഒരാളെ കണ്ടോ അല്ലെങ്കിൽ മറ്റൊന്ന് പറയുകയോ ആരെങ്കിലും വിളിക്കുകയോ ചെയ്യുമ്പോൾ ഇല്ല ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് വായിലോട്ട് പോകത്തില്ല മക്കളെ. ആ കൈ പോകണമെങ്കിൽ നമ്മുടെ മനസ്സ് വന്ന് പരമാത്മാവിൽ ധ്യാനിച്ച് ആ ആഹാരം ഈശ്വരനാണെന്ന് അർപ്പിച്ചുകൊണ്ടാണ് കഴിക്കുന്നത് എന്നും ആ കൈ അതുവരെ അവിടെ ഇരിക്കും. അതാണ് നമ്മുടെ സാധന. ചെയ്ത് വരുമ്പോൾ എല്ലാ അഭ്യാസമാണ്, അത് തനിയെ സംഭവിക്കും. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ അത്രത്തോളം ലക്ഷണം, അത്രമാത്രം ധ്യാനിച്ച് തഴമ്പ് വന്നവർക്ക് ധ്യാനിക്കാനിരിക്കാതെ തന്നെ ആത്മാവിൽ വെളിച്ചം പ്രകാശം കണ്ടുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ എപ്പോഴും കണ്ണടയ്ക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ കണ്ണടയ്ക്കുമ്പോൾ പ്രകാശം, ആ കണ്ണ് തുറന്നാലും ആ പ്രകാശത്തിന് നിഴലിപ്പോൾ, കാരണം ഭൂമിയിലോട്ട് നോക്കുമ്പം ഈ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തെളിവ് കാണത്തില്ല. ആ ഒരു അരണ്ട ആ ഛായ ആ കണ്ടത് അതുപോലെ തന്നെ കാണും. നല്ല ഇരുട്ടാണെങ്കിലോ കണ്ണ് തുറന്നാലും അതുപോലെ കാണും, കണ്ണടച്ചാലും കാണും. അതെന്താ? അതെല്ലാം അഭ്യാസങ്ങളാണ്. നമ്മൾ എത്രത്തോളം സാധകം ചെയ്യുന്നു അതനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. ചെയ്യാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സ് എല്ലായിടവും ഓടുന്നത് പോലെ നിർത്താൻ പറ്റുകയില്ല. അടക്കണമെങ്കിൽ നമ്മൾ അടക്കി വയ്ക്കണം. ആരാധന കൊണ്ടേ ഭഗവാനെ ആരാധിച്ച് സ്തുതിച്ച് വാഴ്ത്തിയും സ്നേഹിച്ചും പ്രേമമാകുന്ന ഭക്തിയിൽ മാത്രമേ ഇതെല്ലാം അടങ്ങുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.